ക്രൂരമായൊരു നടപടിയാണ് സംഭവിച്ചത്. കന്യാസ്ത്രീകൾ വാസ്തവം പറഞ്ഞാൽ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നവരാണ്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളാണ്. ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് സഹോദരന്മാരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടുന്ന ശുശ്രൂഷകൾ നൽകുക എന്നുള്ളതാണ്. നമ്മൾ പലപ്പോഴും അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നു, നമുക്കതിന് സാധിക്കാതെ പോകുന്നു. എന്നാൽ നമുക്ക് വേണ്ടി ആ കർമ്മം നിർവഹിക്കുന്നത് ഈ സന്യാസിമാരും സന്യാസ്ത്രീകളും അതുപോലെ വിവിധ തരത്തിലുള്ള സേവനങ്ങൾ അനുഷ്ഠിക്കുന്നവരുമാണ്. അപ്പോഴവർ നമ്മെ സംബന്ധിച്ചിടത്തോളം ആദരിക്കപ്പെടേണ്ടവരും ബഹുമാനിക്കപ്പെടേണ്ടുന്നവരുമാണ്. കാരണം നമുക്ക് വേണ്ടിയാണ് അവർ ജീവിക്കുന്നതും പ്രവർത്തിക്കുന്നതും സേവനമനുഷ്ഠിക്കുന്നതും. നമ്മുടെ കടമ അവർ നമുക്ക് വേണ്ടി നിർവഹിക്കുന്നു. നമ്മൾ പലപ്പോഴും അലസരാണ്, സ്വാർത്ഥമതികളാണ്, നമുക്കതിന് സാധിക്കാതെ പോകുന്നു. എന്നാൽ നമുക്ക് വേണ്ടി ആ കർമ്മം നിർവഹിക്കുന്നത് അവരാണ്. അങ്ങനെയുള്ളവരെ ഉപദ്രവിക്കുക, അവരെ പ്രവർത്തനത്തിൽ നിന്നും മാറ്റി നിർത്തുക, ഇതൊക്കെ വാസ്തവം പറഞ്ഞാൽ ഏറ്റവും ക്രൂരമായിട്ടുള്ള നടപടിയാണ്. 9 ദിവസം ഈ പാവപ്പെട്ട കന്യാസ്ത്രീകളെ ജയിലിലടയ്ക്കുകയും അവർക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാക്കുകയും ചെയ്തത് എത്ര ക്രൂരമായിട്ടുള്ള നടപടിയാണ്. അതിന് നമ്മളെല്ലാവരും ഉത്തരം പറയേണ്ടുന്നതാണ്. അതിനെ പ്രതിരോധിക്കേണ്ടുന്നതും അവർക്കനുകൂലമായി ശബ്ദമുയർത്തേണ്ടുന്നതും നമ്മുടെ എല്ലാവരുടെയും കർത്തവ്യമാണ്. കാരണം അവർ നമുക്ക് വേണ്ടി ജീവിക്കുന്നവരാണ്. ആ ഒരു ചിന്ത മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഈ കന്യാസ്ത്രീകളെ നമ്മൾ കാണാൻ.